ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്കായി പ്രവർത്തിക്കും. എന്നാൽ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് കേട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ പോകുന്നതുപോലെ തന്നെ തുടർന്നേക്കാം. വിജയം കഠിനാധ്വാനത്തിലൂടെ മാത്രമേ ലഭിക്കൂ എന്നാണ് ലോകം നിങ്ങളെ പഠിപ്പിക്കുന്നത്. എത്രത്തോളം ഓടുന്നുവോ അത്രത്തോളം നേടും എന്ന്. എന്നാൽ സത്യമെന്തെന്നാൽ ഉറങ്ങുമ്പോൾ പോലും സ്വന്തം യാഥാർത്ഥ്യത്തെ മാറ്റുന്ന ചിലരുണ്ട്. രാത്രി സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തിയേറിയ സമയമാണെന്ന് ഇന്നുവരെ ആരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകില്ല. ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരം മാത്രമല്ല വിശ്രമിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ഊർജ്ജവും ചിന്തകളും നിങ്ങളുടെ ഉള്ളിലെ വികാരങ്ങളും പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ചിലർ എല്ലാ പ്രഭാതത്തിലും മുമ്പത്തേക്കാൾ ഭാരം കുറഞ്ഞതായി അനുഭവിക്കുന്നത്, കൂടുതൽ ആത്മവിശ്വാസത്തോടെ, കൂടുതൽ ഭാഗ്യത്തോടെ, കൂടുതൽ തികവോടെ. എന്നാൽ മറ്റു ചിലർ എല്ലാ പ്രഭാതത്തിലും അതേ സമ്മർദ്ദവും അതേ ഭയവും അതേ ഭാരവും പേറി ഉണരുന്നു. കാരണം രാത്രി വെറുമൊരു ഉറക്കത്തിനുള്ള സമയമല്ല, നിങ്ങൾ ഉള്ളിൽ എന്തായി മാറുന്നുവെന്ന് പ്രപഞ്ചത്തോട് പറയുന്ന സമയമാണ് രാത്രി. പകൽ നിങ്ങൾ ലോകത്തോട് പോരാടുന്നു, എന്നാൽ രാത്രിയിൽ നിങ്ങളുടെ യഥാർത്ഥ ഊർജ്ജം പുറത്തുവരുന്നു. നിങ്ങൾ ഭയത്തോടെയാണ് ഉറങ്ങുന്നതെങ്കിൽ ആ ഭയം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. എന്നാൽ നിങ്ങൾ സമാധാനത്തോടെയും വിശ്വാസത്തോടെയും ശരിയായ ഊർജ്ജത്തോടെയുമാണ് ഉറങ്ങുന്നതെങ്കിൽ നിങ്ങളുടെ മുഴുവൻ യാഥാർത്ഥ്യവും പതിയെ മാറാൻ തുടങ്ങുന്നു. എന്തെങ്കിലും ചോദിച്ചു വാങ്ങുക എന്നത് മാത്രമല്ല പ്രകടിപ്പിക്കൽ, മറിച്ച് നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങുന്ന ആ ഊർജ്ജത്തിലേക്ക് നിങ്ങളെ തന്നെ എത്തിക്കുക എന്നതാണ്. ഇന്ന് രാത്രി നിങ്ങൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ നിയന്ത്രണങ്ങൾ ഉപേക്ഷിക്കും, സമ്മർദ്ദം ഉപേക്ഷിക്കും, അമിത ചിന്തകൾ ഉപേക്ഷിക്കും. ആദ്യമായി പ്രപഞ്ചത്തെ നിങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കാൻ അനുവദിക്കും. എന്നാൽ നിങ്ങളുടെ ശരീരവും മനസ്സും സുരക്ഷിതമാണെന്ന് തോന്നുന്നതുവരെ പ്രപഞ്ചം പൂർണ്ണമായി പ്രവർത്തിക്കില്ല. കാരണം ഭയമുള്ള ഒരു മനസ്സിന് ഒരിക്കലും ഒന്നും സ്വീകരിക്കാൻ കഴിയില്ല. അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്ന ആ സുരക്ഷിതത്വം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണർത്താൻ പോവുകയാണ്. നിങ്ങളുടെ ശരീരം ശാന്തമാകുന്തോറും നിങ്ങളുടെ ഉള്ളിലെ ഭാരമേറിയ ഊർജ്ജം തകരാൻ തുടങ്ങും. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്ന ആ ആഴത്തിലുള്ള സമാധാനത്തിലേക്ക് നിങ്ങൾ പോകും. ഇപ്പോൾ നിങ്ങളുടെ ശരീരം മുഴുവൻ പതിയെ വിശ്രമിക്കാൻ അനുവദിക്കുക. എങ്ങോട്ടും പോകേണ്ടതില്ല, ഒന്നും തെളിയിക്കേണ്ടതില്ല. ഈ നിമിഷത്തെ മാത്രം അനുഭവിക്കുക. നിങ്ങളുടെ കാലുകളിലേക്ക് ശ്രദ്ധ തിരിക്കുക. അവയെ പൂർണ്ണമായും അയച്ചുവിടുക. കാൽമുട്ടുകൾക്ക് വിശ്രമം നൽകുക. തുടകൾ, അരക്കെട്ട്, നിങ്ങളുടെ ശരീരത്തിന്റെ ഭാരം മുഴുവൻ പതിയെ താഴേക്ക് പോകുന്നതായി അനുഭവിക്കുക. ഇപ്പോൾ നിങ്ങളുടെ നെഞ്ച് ശാന്തമാകട്ടെ. ഹൃദയമിടിപ്പ് സാധാരണഗതിയിലാകട്ടെ. നിങ്ങളുടെ ചുമലുകളിൽ നിന്ന് ആ ഭാരം മുഴുവൻ ഇറക്കി വയ്ക്കുക. ദിവസം മുഴുവൻ നിങ്ങൾ ചുമന്ന ആ സമ്മർദ്ദം ഇപ്പോൾ നിങ്ങളുടെ കൈകൾ അയച്ചുവിടുക. വിരലറ്റം വരെ സമാധാനം അനുഭവിക്കുക. നിങ്ങളുടെ കഴുത്ത് അയച്ചുവിടുക. താടിയെല്ല് ലഘൂകരിക്കുക. മുഖത്തെ എല്ലാ ഇറുക്കവും മാറട്ടെ. നിങ്ങളുടെ നെറ്റി ശാന്തമാകട്ടെ. കണ്ണുകൾക്ക് ചുറ്റുമുള്ള എല്ലാ ക്ഷീണവും അലിഞ്ഞില്ലാതാകട്ടെ. ഇപ്പോൾ നിങ്ങളുടെ ശരീരം പതിയെ ഉറക്കത്തിലേക്ക് പോവുകയാണ്. ഓരോ സെക്കൻഡിലും നിങ്ങൾക്ക് കൂടുതൽ ഭാരം കുറയുന്നതായി അനുഭവപ്പെടുന്നു. ശരീരത്തിലെ എല്ലാ പിരിമുറുക്കവും അലിഞ്ഞില്ലാതാകുന്നതുപോലെ. നിങ്ങളുടെ ശരീരം ശാന്തമാകുന്തോറും നിങ്ങളുടെ ഉള്ളിലെ ബഹളങ്ങളും അവസാനിക്കുകയാണ്. ഇപ്പോൾ തിടുക്കമില്ല, സമ്മർദ്ദമില്ല, ഭയമില്ല, കേവലം സമാധാനം മാത്രം, ശാന്തത മാത്രം. ഇപ്പോൾ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും ശാന്തമായിരിക്കുന്നു. എന്നാൽ ഏറ്റവും ശക്തമായ കാര്യം ഇപ്പോഴും ബാക്കിയുണ്ട്, നിങ്ങളുടെ ശ്വാസം. കാരണം ശ്വാസം വെറും വായുവല്ല. നിങ്ങളുടെ ഉള്ളിലെ ഊർജ്ജത്തെ പ്രപഞ്ചത്തിന്റെ തരംഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കണ്ണിയാണത്. ശരിയായ ശ്വാസോച്ഛ്വാസം ശരീരത്തെ ശാന്തമാക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിന് നിങ്ങളുടെ മുഴുവൻ ഊർജ്ജത്തെയും മാറ്റാൻ കഴിയും. ഇന്ന് ഓരോ ശ്വാസത്തിലും സമാധാനവും വിശ്വാസവും സാക്ഷാത്കാരവും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ആ അവസ്ഥയിലേക്ക് നിങ്ങൾ പോവുകയാണ്. ഇപ്പോൾ പതിയെ ഒരു ദീർഘശ്വാസം എടുക്കുക, എന്നിട്ട് പതിയെ പുറത്തേക്ക് വിടുക. വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നു. നിങ്ങളുടെ ശരീരം ലഘുവായിക്കൊണ്ടിരിക്കുന്നു. മുകളിൽ നിന്ന് മൃദുവായ ഒരു വെള്ള വെളിച്ചം നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിവരുന്നതായി സങ്കൽപ്പിക്കുക. ഓരോ ശ്വാസത്തിലും ആ രോഗശാന്തി നൽകുന്ന ഊർജ്ജം നിങ്ങളുടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഊർജ്ജത്തിൽ. ഇപ്പോൾ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ സമാധാനം ഉള്ളിലേക്ക് പോകുന്നു. നിങ്ങൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സമ്മർദ്ദം, ഭയം, അമിത ചിന്തകളെല്ലാം പതിയെ പുറത്തേക്ക് പോകുന്നു. ഓരോ ശ്വാസത്തിലും നിങ്ങൾ പ്രപഞ്ചത്തോട് കൂടുതൽ അടുത്തതായി അനുഭവപ്പെടുന്നു. ചില അദൃശ്യമായ ഊർജ്ജം നിങ്ങളെ പതിയെ ശാന്തമാക്കുന്നതുപോലെ. ഇപ്പോൾ ഒന്നും നിർബന്ധിച്ച് ചെയ്യരുത്. ശ്വാസത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കിലൂടെ മാത്രം ഒഴുകുക. നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം ഇപ്പോൾ മുമ്പത്തേക്കാൾ മെല്ലെയും ആഴത്തിലുള്ളതും ശാന്തവുമായി മാറിയിരിക്കുന്നുവെന്ന് അനുഭവിക്കുക. നിങ്ങളുടെ ശ്വാസം ശാന്തമാകുന്തോറും നിങ്ങളുടെ ഉള്ളിലെ ബഹളവും ഇല്ലാതാകുന്നു. ഇപ്പോൾ നിങ്ങളുടെ ശരീരം ശാന്തമാണ്. നിങ്ങളുടെ ശ്വാസം ശാന്തമാണ്. നിങ്ങളുടെ ഊർജ്ജവും പതിയെ മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അടുത്ത ഘട്ടം കൂടുതൽ ആഴത്തിലുള്ളതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളോട് പോരാടുന്നത് അവസാനിപ്പിക്കുകയും ആദ്യമായി അവയെ ഭയമില്ലാതെ കടന്നുപോകാൻ അനുവദിക്കുകയും ചെയ്യും.
മിക്ക ആളുകളും തളർന്നു പോകുന്നത് അവർ എല്ലാ ചിന്തകളെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ ആന്തരിക സമാധാനം ലഭിക്കുന്നത് ചിന്തകളെ തടയുമ്പോഴല്ല, അവയെ കടന്നുപോകാൻ അനുവദിക്കുമ്പോഴാണ്. ഇപ്പോൾ എന്തെങ്കിലും ചിന്ത വരുന്നുണ്ടെങ്കിൽ അത് വരട്ടെ. അതിനെ തടയാൻ ശ്രമിക്കരുത്, അതിനെ മാറ്റാൻ ശ്രമിക്കരുത്. വെറുതെ നിരീക്ഷിക്കുക. ആകാശത്ത് മേഘങ്ങൾ കടന്നുപോകുന്നതുപോലെ ചിന്തകളും വന്നും പോയുമിരിക്കും. ചില ചിന്തകൾ നല്ലതായിരിക്കും, ചിലത് ഭാരമുള്ളതായിരിക്കും, ചിലത് പഴയ ഭയങ്ങൾ കൊണ്ടുവരും. പക്ഷേ ഇന്ന് രാത്രി നിങ്ങൾ അവയിൽ കുടുങ്ങാൻ പോകുന്നില്ല. ഇന്ന് രാത്രി നിങ്ങൾ വെറുമൊരു ശാന്തനായ നിരീക്ഷകൻ മാത്രമാണ്. ഓരോ ചിന്തയും നിങ്ങളിൽ നിന്ന് പതിയെ അകന്നു പോകുന്നതായി അനുഭവിക്കുക. നിങ്ങൾ അവയെ പിടിച്ചു നിർത്തുന്നത് ഒഴിവാക്കുന്തോറും നിങ്ങളുടെ മനസ്സ് കൂടുതൽ ഭാരം കുറഞ്ഞതായി മാറുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വേണ്ട. എല്ലാ ഭയത്തോടും പോരാടേണ്ടതില്ല. വെറുതെ ശാന്തമായിരിക്കുക. കാരണം പ്രതിരോധം അവസാനിക്കുന്നിടത്താണ് സമാധാനം വരുന്നത്. നിങ്ങളൊരു നിരീക്ഷകനായി മാറുമ്പോൾ തന്നെ നിങ്ങളുടെ പഴയ വ്യക്തിത്വത്തിൽ നിന്ന് നിങ്ങൾ വേർപിരിയാൻ തുടങ്ങുന്നു. ആ പഴയ ഭയം, ആ പഴയ കഥ, ആ പഴയ നിങ്ങൾ പതിയെ പിന്നിലാവുന്നു. ഇപ്പോൾ നിങ്ങൾ ഊർജം മാത്രം അവശേഷിക്കുന്ന ആ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി എപ്പോഴും സമ്മർദ്ദത്തിലും ഭയത്തിലും അമിതചിന്തയിലും ജീവിച്ചിരുന്ന ആ വ്യക്തിയെ നിങ്ങൾ പതിയെ ഉപേക്ഷിക്കാൻ പോവുകയാണ്. കാരണം ചിലപ്പോൾ ജീവിതം മാറാൻ പുതിയ കാര്യങ്ങൾ നേടുന്നതിനേക്കാൾ പഴയതിനെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ആ മാറ്റം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അനുഭവിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കുറച്ചു നേരത്തേക്ക് നിങ്ങളുടെ പേര് മറക്കുക. നിങ്ങളുടെ പ്രായം, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ എല്ലാം പതിയെ പിന്നിലുപേക്ഷിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളെയും കുറച്ചു നേരത്തേക്ക് വിട്ടുകളയുക. നാളെ എന്ത് സംഭവിക്കും, ആരെന്തു പറഞ്ഞു, എന്ത് ശരിയാക്കണം, എന്ത് നേടണം, ഇപ്പോൾ ഇതൊന്നും പ്രധാനമല്ല. ഈ നിമിഷത്തിൽ മാത്രം ജീവിക്കുക. നിങ്ങൾ പതിയെ ഭാരം കുറഞ്ഞവരായി മാറുന്നത് അനുഭവിക്കുക. നിങ്ങളുടെ മേലുള്ള എല്ലാ ഭാരവും അലിഞ്ഞില്ലാതാകുന്നതുപോലെ. ഇപ്പോൾ നിങ്ങളെ വെറുമൊരു ശരീരമായി മാത്രം കാണരുത്, വെറുമൊരു പേരായി മാത്രം കാണരുത്. എപ്പോഴും പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശാന്തമായ ഒരു ഊർജമായി നിങ്ങളെ തന്നെ അനുഭവിക്കുക. നിങ്ങൾ ഒരു പോരാട്ടത്തിന്റെയും ഭാഗമല്ല, നിങ്ങൾ ഒരു ഭയത്തിന്റെയും ഭാഗമല്ല. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ആ അനന്തമായ ഊർജത്തിന്റെ ഭാഗമാണ് നിങ്ങൾ. നിങ്ങൾ നിയന്ത്രണങ്ങൾ ഉപേക്ഷിക്കുന്തോറും നിങ്ങളുടെ ഉള്ളിൽ സമാധാനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ തിടുക്കമില്ല, സമ്മർദ്ദമില്ല. നിങ്ങളുടെ അസ്തിത്വത്തിലാകെ പടരുന്ന ആഴത്തിലുള്ള ഒരു സമാധാനം മാത്രം. നിങ്ങളുടെ പഴയ രൂപം പതിയെ പിന്നിലാകുന്നത് അനുഭവിക്കുക. എപ്പോഴും ഭയപ്പെട്ടിരുന്ന, എല്ലാ കാര്യങ്ങളിലും അമിതമായി ചിന്തിച്ചിരുന്ന, എപ്പോഴും ക്ഷീണമനുഭവിച്ചിരുന്ന ആ വ്യക്തിയുടെ പിടി ഇപ്പോൾ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനു പകരം പുതിയൊരു ഊർജം ജനിക്കുകയാണ്. കൂടുതൽ ശാന്തമായ, കൂടുതൽ ഭാരം കുറഞ്ഞ, കൂടുതൽ ബന്ധമുള്ള ഒന്ന്. ഇപ്പോൾ നിങ്ങളുടെ പഴയ വ്യക്തിത്വം പതിയെ അലിഞ്ഞില്ലാതാകുമ്പോൾ പ്രപഞ്ചത്തിന്റെ ഊർജം നിങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ കേൾക്കുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. കാരണം അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ ഊർജം പൂർണ്ണമായും മാറാൻ തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ വെറുതെ വിശ്രമിക്കുക മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ ഊർജത്തെ പ്രപഞ്ചവുമായി സമന്വയിപ്പിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം വന്നെത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഊർജം മാറുന്തോറും പ്രപഞ്ചം നിങ്ങളുടെ തരംഗങ്ങളെ അനുഭവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം പ്രപഞ്ചം വാക്കുകൾക്കല്ല, ഊർജത്തിനാണ് മറുപടി നൽകുന്നത്. ഇന്ന് രാത്രി നിങ്ങൾ ആദ്യമായി മാറ്റം ആരംഭിക്കുന്ന ആ ഊർജത്തിലേക്ക് പോവുകയാണ്. മുകളിൽ നിന്ന് മൃദുവായ ഒരു വെള്ള വെളിച്ചം പതിയെ നിങ്ങളുടെ മേൽ ഇറങ്ങിവരുന്നതായി സങ്കൽപ്പിക്കുക. വളരെ ശാന്തമായ, വളരെ മൃദുവായ, വളരെ രോഗശാന്തി നൽകുന്ന ഒന്ന്. ഈ വെളിച്ചം നിങ്ങളുടെ ശിരസിലൂടെ കടന്ന് പതിയെ നിങ്ങളുടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കുക. നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ മുഴുവൻ ഊർജത്തിലും. ഈ വെളിച്ചം എത്തുന്നിടത്തെല്ലാം സമ്മർദ്ദം അലിഞ്ഞില്ലാതാകുന്നു. ഭയം അവസാനിക്കുന്നു. പഴയ ഭാരമേറിയ ഊർജം പുറത്തേക്ക് പോകുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ഇപ്പോൾ അനുഭവിക്കുക. പ്രപഞ്ചം എപ്പോഴും നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നു. നിങ്ങൾ തകർന്നപ്പോഴെല്ലാം, നിങ്ങൾ ഭയന്നപ്പോഴെല്ലാം, എല്ലാം അവസാനിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിയപ്പോഴെല്ലാം ഒരു അദൃശ്യമായ ഊർജം നിങ്ങളെ താങ്ങി നിർത്തിയിരുന്നു. പക്ഷേ നിന്നു തിരിഞ്ഞ് അത് അനുഭവിക്കാൻ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് അവസരം നൽകിയിട്ടുണ്ടാകില്ല. ഇന്ന് രാത്രി നിങ്ങൾ ആദ്യമായി പോരാടുന്നത് അവസാനിപ്പിക്കുകയാണ്. ആദ്യമായി നിങ്ങൾ എല്ലാം നിയന്ത്രിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുകയാണ്. നിങ്ങൾ അത് ഉപേക്ഷിക്കുന്തോറും നിങ്ങളുടെ ഉള്ളിൽ സമാധാനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒന്നും നിർബന്ധിച്ച് ചെയ്യരുത്. പ്രപഞ്ചം പതിയെ നിങ്ങളെ സുഖപ്പെടുത്തുന്നുവെന്നും നിങ്ങളെ നയിക്കുന്നുവെന്നും ഇതിനകം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നുവെന്നും അനുഭവിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ തരംഗം ഉണരുന്നതായി അനുഭവിക്കുക. ഭയത്തിനു പകരം വിശ്വാസവും, സമ്മർദ്ദത്തിനു പകരം സമാധാനവും, സംശയത്തിനു പകരം ഉറപ്പുമുള്ള ഒരു പുതിയ തരംഗം. യാഥാർത്ഥ്യങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ആ ഊർജത്തിലേക്ക് നിങ്ങളുടെ മുഴുവൻ അസ്തിത്വവും പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ പ്രതിരോധം പതിയെ അവസാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഊർജം തുറക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കുന്നു. രാത്രി മുഴുവൻ നിങ്ങളുടെ ഊർജത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ആ ഉറപ്പുകൾ ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. കാരണം ചില വാക്കുകൾ ശരിയായ അവസ്ഥയിൽ കേട്ടാൽ അവയ്ക്ക് ജീവിതത്തിന്റെ ദിശ മാറ്റാൻ കഴിയും.
അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ ഉള്ളിലെ ഭയത്തിന്റെ തരംഗങ്ങളെ പതിയെ ശാന്തമാക്കുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. കാരണം ഉള്ളിൽ ഭയമുള്ളിടത്തോളം കാലം ഒരു മനുഷ്യനും സ്വതന്ത്രമായി ഒന്നും സ്വീകരിക്കാൻ കഴിയില്ല. ആദ്യത്തെ മാറ്റം എപ്പോഴും സുരക്ഷിതത്വത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ വാക്കുകൾ വെറുതെ അനുഭവിക്കുക. അവ നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാൻ അനുവദിക്കുക. ഞാൻ സുരക്ഷിതനാണ്. പ്രപഞ്ചം ഓരോ നിമിഷവും എന്നെ പരിപാലിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കല്ല. എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എന്നെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നു. ഞാൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ഈ നിമിഷത്തെ പൂർണ്ണ സമാധാനത്തോടെ അനുഭവിക്കുന്നു. എന്റെ ഉള്ളിലെ എല്ലാ അസ്വസ്ഥതകളും പതിയെ അവസാനിക്കുകയാണ്. സുരക്ഷിതത്വം അനുഭവിക്കാൻ ഞാൻ എന്നെ തന്നെ അനുവദിക്കുന്നു. ഞാൻ ഭയത്തെ ഉപേക്ഷിക്കുകയാണ്. ഞാൻ വിശ്വാസത്തെ തിരഞ്ഞെടുക്കുന്നു. ഓരോ ശ്വാസത്തിലും ഞാൻ കൂടുതൽ ശാന്തനാകുന്നു. എന്റെ ഊർജം ഇപ്പോൾ ഭാരം കുറഞ്ഞതായി മാറുന്നു. പ്രപഞ്ചം എന്നെ താങ്ങി നിർത്തുന്നു. എല്ലാം പതിയെ എനിക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് പതിയെ വിശ്വാസം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഊർജം പ്രതിരോധങ്ങൾ ഉപേക്ഷിക്കാൻ തുടങ്ങുന്നു. ജീവിതം നിർബന്ധങ്ങൾ കൊണ്ടല്ല, മറിച്ച് ഒഴുക്കിലൂടെ മാറുന്ന ആ തരംഗത്തിലേക്ക് നിങ്ങളിപ്പോൾ പ്രവേശിക്കാൻ പോവുകയാണ്. എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ജീവിതം ഭാരമുള്ളതായി തോന്നുന്നത്. എന്നാൽ പ്രപഞ്ചത്തിന് അതിൻ്റേതായൊരു സമയമുണ്ട്. ആ സമയത്തിൽ വിശ്വസിക്കാൻ പഠിക്കുന്ന ആളുകളുടെ ജീവിതം പതിയെ എളുപ്പമാകാൻ തുടങ്ങും. അതുകൊണ്ട് ഇപ്പോൾ വെറുതെ ആ ഒഴുക്കിലൂടെ നീങ്ങാൻ തുടങ്ങുക. എന്റെ ജീവിതം ശരിയായ ദിശയിലാണ് നീങ്ങുന്നത്. എല്ലാം ശരിയായ സമയത്താണ് സംഭവിക്കുന്നത്. എനിക്കായുള്ളത് ശരിയായ സമയത്ത് എന്റെ ജീവിതത്തിൽ വന്നെത്തും. ജീവിതത്തിന്റെ ഒഴുക്കിൽ ഞാൻ വിശ്വസിക്കുന്നു. എനിക്കെല്ലാത്തിനെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പതിയെ പ്രതിരോധങ്ങളെ ഉപേക്ഷിക്കുകയാണ്. ഞാൻ എവിടെയായിരിക്കണമോ അവിടേക്ക് പ്രപഞ്ചം എന്നെ കൊണ്ടുപോകുന്നു. എന്റെ വഴിയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എന്റെ ജീവിതത്തിലേക്ക് ശരിയായ ആളുകളും ശരിയായ അവസരങ്ങളും ശരിയായ ഊർജവും വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ തിടുക്കം ഉപേക്ഷിക്കുകയാണ്. ഞാൻ സമാധാനത്തോടെ മുന്നോട്ടു പോവുകയാണ്. ഓരോ ദിവസവും എന്റെ ജീവിതം മുമ്പത്തേക്കാൾ കൂടുതൽ കൃത്യമായിക്കൊണ്ടിരിക്കുന്നു. എനിക്കായി സൃഷ്ടിക്കപ്പെട്ട ആ യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കുന്നു. നിങ്ങളുടെ ഊർജം ഒഴുക്കിലായിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ആഴത്തിലുള്ള ചുവടുവെപ്പ് ബാക്കിയുണ്ട്. പൂർണ്ണമായ സമർപ്പണം. അവിടെ നിങ്ങൾ ഭയത്തെയല്ല, മറിച്ച് വിശ്വാസത്തെയാണ് തിരഞ്ഞെടുക്കുന്നത്. ചിലപ്പോൾ മനുഷ്യൻ പോരാടുന്നത് അവസാനിപ്പിക്കുമ്പോഴാണ് ഏറ്റവും വലിയ മാറ്റം ആരംഭിക്കുന്നത്. എല്ലാത്തിനെയും പിടിച്ചു നിർത്തുന്നതിനു പകരം അവയെ ഉപേക്ഷിക്കാൻ അവൻ പഠിക്കുമ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങളെ തന്നെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. പ്രപഞ്ചത്തിനു മുന്നിൽ ഞാൻ നിയന്ത്രണങ്ങൾ ഉപേക്ഷിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. എനിക്കായുള്ളത് തീർച്ചയായും എനിക്ക് ലഭിക്കും. ഞാനിപ്പോൾ ഭയത്തെയല്ല, വിശ്വാസത്തെയാണ് തിരഞ്ഞെടുക്കുന്നത്. സമാധാനം അനുഭവിക്കാൻ ഞാൻ എന്നെ തന്നെ അനുവദിക്കുന്നു. എല്ലാം എളുപ്പത്തിൽ സംഭവിക്കാൻ തുടങ്ങുന്ന ആ ഊർജത്തിലേക്ക് ഞാൻ പോവുകയാണ്. പ്രപഞ്ചം എനിക്കായി വഴികൾ തുറക്കുന്നു. ഞാനിപ്പോൾ പോരാടുകയല്ല, ഞാനിപ്പോൾ ഒഴുകുകയാണ്. എന്റെ ജീവിതം ശരിയായ ദിശയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കുള്ളതല്ലാത്തവയെ ഞാൻ ഉപേക്ഷിക്കുകയാണ്. എനിക്കായുള്ളവയെ ഞാൻ സ്വീകരിക്കുകയാണ്. ഞാൻ പൂർണ്ണമായും ശാന്തനാണ്. ഞാൻ പൂർണ്ണമായും സുരക്ഷിതനാണ്. ഞാൻ പൂർണ്ണമായും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഈ വാക്കുകളെ നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാൻ അനുവദിക്കുക. കാരണം അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ ശരീരം ഉറങ്ങാൻ തുടങ്ങും. എന്നാൽ നിങ്ങളുടെ ഊർജം രാത്രി മുഴുവൻ ഈ ഉറപ്പുകളോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ബോധമനസ്സ് പതിയെ ശാന്തമാകാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ഉറക്കത്തിലേക്ക് അടുക്കുന്തോറും ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രാത്രിയിലെ ഈ സമയം വെറും വിശ്രമത്തിനുള്ള സമയം മാത്രമല്ല. നിങ്ങളുടെ ഉള്ളിലെ ലോകം മാറാൻ തുടങ്ങുന്ന നിമിഷമാണിത്. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ പഴയ ഊർജം പതിയെ പിന്നിലാവുകയും ചെയ്യും. ഇപ്പോൾ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ വാക്കുകളെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ അനുവദിക്കുക. ഓരോ ഉറപ്പും പതിയെ നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. ഓരോ വാക്കും നിങ്ങളുടെ ഉള്ളിൽ പുതിയൊരു വികാരമുണർത്തുന്നു. സമാധാനം, വിശ്വാസം, ആശ്വാസം, ഒപ്പം ഒരു പുതിയ തുടക്കം. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ശരീരം മാത്രമല്ല വിശ്രമിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ഊർജവും പതിയെ മാറിക്കൊണ്ടിരിക്കും. രാത്രി മുഴുവൻ ഈ ഉറപ്പുകൾ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഏതോ അദൃശ്യമായ തരംഗം നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ പതിയെ മാറ്റുന്നതുപോലെ. നിങ്ങളുടെ മനസ്സ് മുമ്പത്തേക്കാൾ ഭാരം കുറഞ്ഞതായി ഇപ്പോൾ അനുഭവിക്കുക. നിങ്ങളുടെ ഉള്ളിലെ സമ്മർദ്ദം അലിഞ്ഞില്ലാതാകുന്നു. ഭയം ദുർബലമാകുന്നു. അതിനുപകരം ശാന്തമായ ഒരു പുതിയ ഊർജം ജനിക്കുകയാണ്. ആകർഷിക്കുന്ന, സുഖപ്പെടുത്തുന്ന, നിങ്ങളുടെ ജീവിതത്തിനൊരു പുതിയ ദിശ നൽകുന്ന ഒരു ഊർജം. ഓരോ ശ്വാസത്തിലും നിങ്ങൾ കൂടുതൽ ഗാഢമായ ഉറക്കത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ വിശ്രമിക്കുന്തോറും ഈ വാക്കുകൾ നിങ്ങളുടെ ആന്തരിക ലോകത്ത് ആഴത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോൾ ഒന്നും നിർബന്ധിച്ച് ചെയ്യരുത്. വെറുതെ അനുവദിക്കുക. നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ പ്രപഞ്ചത്തെ അനുവദിക്കുക. നിങ്ങളുടെ ഊർജം മാറാൻ അനുവദിക്കുക. നിങ്ങളുടെ ജീവിതം പതിയെ പുതിയൊരു ദിശയിലേക്ക് നീങ്ങാൻ അനുവദിക്കുക.
നാളെ രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ പുറത്തെ ലോകം പെട്ടെന്ന് മാറിയിട്ടുണ്ടാകില്ല, എന്നാൽ ഉള്ളിൽ എന്തോ വ്യത്യാസം അനുഭവപ്പെടും. ഒരു ഭാരക്കുറവ്, ഒരു സമാധാനം, പുതിയൊരു വിശ്വാസം. നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒന്ന് പുനഃക്രമീകരിക്കപ്പെട്ടതുപോലെ. കാരണം യഥാർത്ഥ മാറ്റം പെട്ടെന്ന് കാണാൻ കഴിയില്ല, അത് പതിയെ തുടങ്ങുന്നതാണ്. ഒരു രാത്രിയിൽ നിന്ന്, ഒരു വികാരത്തിൽ നിന്ന്, ഒരു പുതിയ തരംഗത്തിൽ നിന്ന് ഇന്ന് രാത്രി നിങ്ങൾ അതേ പുതിയ തരംഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ശരീരം ഉറങ്ങാൻ തയ്യാറാണ്. നിങ്ങളുടെ ഊർജ്ജം രാത്രി മുഴുവൻ ഈ പുതിയ മാറ്റങ്ങളോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പോകുന്നതിനു മുമ്പ് അവസാനമായി ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. കാരണം ചിലർ ഈ വീഡിയോ ഒരു തവണ മാത്രം കേൾക്കുകയും പിന്നീടെല്ലാം മറക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് തുടർച്ചയായി കേൾക്കുന്ന ആളുകളുടെ ഊർജ്ജവും ചിന്തയും അവരുടെ മുഴുവൻ ജീവിതവും പതിയെ മാറാൻ തുടങ്ങുന്നു. അടുത്ത കുറച്ച് സെക്കൻഡുകൾ നിങ്ങൾ പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾക്ക് അല്പമെങ്കിലും സമാധാനം തോന്നിയെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഊർജ്ജം ഈ വാക്കുകളെ സ്വീകരിക്കാൻ തുടങ്ങി എന്നാണ്. ഓർക്കുക, മാറ്റങ്ങൾ ഒരു രാത്രി കൊണ്ട് സംഭവിക്കില്ല, എന്നാൽ ചില രാത്രികൾ തീർച്ചയായും ആ മാറ്റങ്ങളുടെ തുടക്കമായി മാറുന്നു. ഇപ്പോൾ പതിയെ നിങ്ങളുടെ ശ്വാസത്തെ അനുഭവിക്കുക, നിങ്ങളുടെ ശരീരത്തെ അനുഭവിക്കുക. തയ്യാറാകുമ്പോൾ പതിയെ കണ്ണുകൾ തുറക്കുക. നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ ഊർജ്ജം മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇന്ന് രാത്രി മാത്രം കേൾക്കരുത്. തുടർച്ചയായി 21 രാത്രികൾ ഇത് കേൾക്കുക. കാരണം ഒരു വികാരം വീണ്ടും വീണ്ടും നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് അത് നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നത്. ചില ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ചിന്തകൾ മാറുന്നതായി നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. നിങ്ങളുടെ സമാധാനം വർദ്ധിക്കുന്നു. നിങ്ങളുടെ ജീവിതം പതിയെ പഴയതുപോലെ അല്ലാതാകുന്നു. രോഗശാന്തി നൽകുന്ന ഈ ഊർജ്ജം കൂടുതൽ ആളുകളിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പ്രപഞ്ചം എന്നെ നയിക്കുന്നു എന്ന് കമന്റ് ചെയ്യുക. ഇന്ന് രാത്രി ആർക്കെങ്കിലും സമാധാനം ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ അവരുമായി പങ്കിടുക. അതുവഴി എല്ലാ രാത്രിയിലും ശരിയായ തരംഗത്തിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയും. വരും രാത്രികളിൽ നിങ്ങളുടെ മനസ്സിന് ഭാരം തോന്നുമ്പോഴെല്ലാം ഈ ഊർജ്ജത്തിലേക്ക് മടങ്ങിവരാൻ ഈ വീഡിയോ സേവ് ചെയ്യുകയും ചെയ്യുക. ഇപ്പോൾ നിങ്ങളെ തന്നെ പൂർണ്ണമായും സ്വതന്ത്രമാക്കുക. കാരണം ഇന്ന് ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ പ്രപഞ്ചം നിശബ്ദമായി നിങ്ങളുടെ ജീവിതം മാറ്റുന്നതിൽ വ്യാപൃതനായിരിക്കും.